guys, welcome back to our channel. അപ്പോൾ guys നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വീടിന്റെ അടുത്തുള്ള ഒരു നടക്കാൻ പോവാ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് കാണിച്ചു തരാം. ഗൈസ് നമുക്ക് പോകാം. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് പുറത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പുറകിലെത്തി. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഗ്രോ ബാഗിൽസ് നട്ട കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം. ഇത് എന്നുവെച്ചാൽ കുറച്ച് കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ പിന്നെ ഗൈസ് ഒരാൾ പിന്നെ മരടെ ജാലിക്കുട്ടി. ഓക്കെ, നമ്മുടെ ഹോം ഗ്രൂപ്പിലേക്ക് കിടക്കാം. ഇവിടെ അത്ര പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കളിക്കുന്ന ഗ്രോ ബാഗ് അല്ലാതെ ഗ്രോ ബാഗിലല്ലാതെ ഞങ്ങൾ ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ കുറെ അടക്കാത്തോട്ടം ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്ന നട്ടതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു പണ്ട് പോലത്തെ സംഭവമുണ്ട്. കനാലാണ്. നല്ലൊരു ഫ്ലവറാണ്. ഇതാണ് ഐഷൂസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഇത്താടെയാണ് ഐഷൂസ് ഗാർഡൻ. ഇതുണ്ടാവണം. വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് നമ്മൾ ഏകദേശം റിവറിൻ്റെ അടുത്ത് തരായി. റിവർ അവിടെയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു കാടൊക്കെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാട്ടോ ഗൈസ്. അഡ്വഞ്ചർ ടൂറൊക്കെ വരണോ ഇവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് അവിടെ കുറച്ച് പിള്ളേരുണ്ട്. ഇതാണ് റിവർ. നമ്മുടെ റിവറിലാണ്. ഇതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. സോ ഞങ്ങൾ പോവാണ് തിരിച്ച്. ഇപ്പോൾ കുറച്ച് എന്താ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളൊരു പൂ കണ്ടു. ആ പൂവാണ് കേട്ടോ ഗൈസ്. നല്ല രസമാണ്. പിന്നെ നമ്മൾ നേച്ചറായിട്ട് ഉണ്ടാക്കുന്ന ഞാനും പണ്ട് ഉണ്ടാക്കുന്ന ഒരു പൂവാണ് ലോട്ടസ്. ഈ ഒരു ലോട്ടസ് ഇല വെച്ചിട്ടുള്ള ഒരു ലോട്ടസ് ഞങ്ങളൊന്നും ഉണ്ടാക്കും കേട്ടോ. ഈ അമ്മാനൊന്നും ഞങ്ങളായിട്ട് അത്രയ്ക്ക് കമ്പനി ഇല്ലാത്തൊരു സമയത്താണ് കേട്ടോ കാശയൊക്കെ ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു കടയിൽ. യെസ്, ഒരാളെ മിസ്സിങ്. ഒരാളവിടെ നിന്ന് എന്തോ ചെയ്യണോ. ഐഷൂസ് ഗാർഡൻ പിന്നെ കഴിഞ്ഞുകൊണ്ട് ഐഷൂസ് ഗാർഡനിൽ ഓണർ ഫ്രണ്ടിൽ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ അധികം പകുതി കാണിച്ചിട്ട് ഒച്ചയിൽ സംസാരിക്കാത്തത്. എൻ്റെ അങ്ങോട്ട് വേറെ വീഡിയോ ഗൈസ്. അത് ഞങ്ങൾ വേറെ വ്ളോഗിലായിട്ട് അടിപൊളി ഫ്ലവേഴ്സാണ് ഗൈസ്. എൻ്റെ സീസൺ അങ്ങനെയാണ്. അതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ഔഷധമായ തുളസി നമ്മുടെ പ്രിയപ്പെട്ട സാധനമാണ്. ഗൈസ് മഞ്ഞ അപമാനം. പിന്നെ നല്ലൊരു എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ഇവിടെ ഇങ്ങനെ ഒരു വള്ളി പോലെ സംഭവം നമ്മൾ അതിൽ പൂച്ചപ്പഴമൊക്കെ ആട്ടോ ഗൈസ് ഉള്ളത്. അതിൽ വേറെന്തൊരു കാര്യം നമ്മളുണ്ട്. നമ്മൾ കുറച്ച് എനിക്ക് കാണിച്ചു തരാം. നമ്മൾ ജാതിക്ക് കാണിച്ചു തരാം. ഞാൻ ഗൈസ് എൻ്റെ വീടിൻ്റെ ഒരിതാണ്. ഇവിടെ നിന്ന് ഫുട്ബോളിലും കളിക്കും. പിന്നെ എയർപന്താണ് കൂടുതലായിട്ട് കളിച്ചിരിക്കുന്നത്. ഇനി ഇത് എന്തിൻ്റെ മരമാണ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ചെറിയുടെ ആണെന്നാണ് ഞങ്ങളൊരു
ഇത് അറിയിപ്പ് അറിയുന്ന കമന്റ് ചെയ്യണം. പിന്നെ ഒരെണ്ണം ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ലവ് ഷേപ്പ്. എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ അവിടെ എത്തുമ്പോ പറിക്കാൻ പോകണ്ട ഞാനിപ്പോൾ കാണിച്ചു തരാം. 3, 2, 1 സ്റ്റാർട്ട്. കണ്ടു അങ്ങനെ ആകുമ്പോൾ തിന്നാൻ പോകും. ചിലര് വേറെ പേരൊക്കെ പറയും. എരുമാമ്പുളി, ഓർക്കാപ്പുളി, ചെമ്മിപ്പുളി. പിന്നെ കുറേ നേരമായിട്ട് ഇങ്ങോട്ട് ലവ് ചിഹ്നത്തിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ഒരു പൂ കിട്ടി. അതാണ് ഒരു പൂ കിട്ടി. ഹൈലൈറ്റാണ് പൂവ്. പിന്നെ ഞങ്ങൾ നടക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പൂവുണ്ടെന്ന്. പിന്നെ ഇതിനെ പൂച്ചപ്പഴം, മൂക്കട്ടപ്പഴം. എനിക്ക് മൂക്കട്ടപ്പഴം ഞാൻ പറിച്ചരാം കേട്ടോ. നിൽക്ക് ഞാൻ പറിച്ചരാം. അൺബോക്സ് ചെയ്യാം നമുക്ക്. ഇപ്പൊ തിന്നരുത്. ഒരു പംകിൻ, ചെറിയൊരു പംകിൻ, അതിൻ്റെ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ കിട്ടുക. ഞാൻ ആരെങ്കിലുമൊക്കെ ക്യാമറ എടുത്തേ ഗൈസ്. നമ്മ അപ്പോൾ കണ്ട ഗൈസ്, അതൊന്ന് കാണിച്ചെന്നേ കേട്ടോ ഗൈസ്. ഇതാണ് ചെറിയ പംകിൻ പോലെ ഇരിക്കും. ഇതിൻ്റെ അകം ഒന്ന് കാണിച്ചു കൊടുത്തേ. പൊളിച്ചിൻ്റെ പോക്കറ്റിലിട്ട് കടിച്ചതാണാ? ആ എടുത്തേ ബൈറ്റ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അകം ഒന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ പാഷൻ ഫ്രൂട്ടില്ലേ, അതിൻ്റെയൊക്കെ അകം പോലെയാണ്. ഗൈസ് എനിക്കിഷ്ടമല്ല കേട്ടോ തന്നെ. എനിക്കിഷ്ടമാണ്. ഇഷ്ടപ്പെടില്ല ഗൈസ്. മരുന്നിൻ്റെയൊക്കെ ആ ഒരു ഇതാണ്. അമാന. ഗൈസ് പിന്നെ നമ്മൾ ഇതിൽ ഇങ്ങനെ നടക്കുമ്പോൾ വേറെ ഉണ്ടോ നോക്കടി, കിട്ടും നോക്കാം. പിന്നെ ഇതിനകത്തൊരു കുറേ പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. തന്നെ ഒരു ലാവൻഡർ കളർ പോലത്തെ ഒരു ഷെയ്ഡ് പൂ. പിന്നെ ഇതിലൊരു സംഭവം ഇങ്ങനെ തൂങ്ങിടക്കുന്നുണ്ടോ ഗൈസ്, ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് പിടിയിട്ടില്ല. നമ്മൾ പണ്ട് ഇങ്ങനെ അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് നമ്മൾ പണ്ട് കൂർക്കയൊക്കെ ആയിട്ട് കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ലാത്ത ഗൈസ്. നമുക്ക് പിന്നെ ഇതിൻ്റെ വലുത് കിട്ടുമോ നോക്കാം. തുറന്ന് കിട്ടിയിട്ടുണ്ട്. വലുതല്ലല്ലോ ബട്ട് തിന്നാനൊന്നും നിൽക്കരുത് കേട്ടോ. പറിക്കണ്ട. എൻ്റെ അകം ഒന്ന് കാണിച്ചു കൊടുക്കും ഗൈസ്. ഇതാണ്ട സംഭവം ഇങ്ങനെ തൂങ്ങി കിടക്കും. എൻ്റെ കുറേ ഉണ്ട്, കുറേ കാടാണ് ഗൈസ്. പിന്നെ അത് ജാതിക്കയുടെ മരമാണ്. ജാതിക്ക് എത്തളാട്ടോ പഴുത്തതൊക്കെ നല്ല പൊക്കറ്റ്. പിന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് കാരക്കയുടെ മരൂടി. ഇത് കാരക്കയുടെ മരമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഉപ്പിലൊക്കെ ഇടണമെങ്കിൽ ഇവിടെ പറിച്ചത് നമ്മുടെ അല്ല കേട്ടോ ഗൈസ്, നമ്മുടെ അല്ല. നമ്മൾ പറിക്കുമെങ്കിൽ തന്നെ ചോദിക്കട്ടെ പറിച്ചത്. നമുക്ക് അവഗതശീലങ്ങളുണ്ട്. അഥവാ ഞങ്ങളങ്ങനെ ആരോട് ചോദിക്കാണ്ട് അങ്ങനെ ഇതുവരെയായിട്ടും പറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിരിക്കണേ. നിനുവിന്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലൊരു പാവുമരമാണ്. നിനുവിന്റെ വീട്ടിലെ പിളാവാണ്, പിളാവ്. പിന്നെ തോന്നുന്നു ഗൈസ് നിനുവിന്റെ വീടിന്റെ ബാക്ക് സൈഡ് ഇതാണ്. മാറി ഇതാണല്ലോ, ഇതാണ് നിനുവിന്റെ വീടിന്റെ ബാക്ക് സൈഡ് ഗൈസ്. ഇതൊരു ബംഗ്ലാവൊക്കെ പോലത്തെ ഒരു സ്പേസ് ആണ്. എന്താ അറിയില്ല. എൻ്റെ തലയുടെ മേളിലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഈ കായ. ഗൈസ് ഇതാണ്ടോ ഗൈസ്. അപ്പം നമ്മൾ നിനുവിൻ്റെ വീട്ടിലേക്ക് കയറാണ്. നിനുവിൻ്റെ കാറാണ്. ഞങ്ങൾ ഇതാട്ടോ ഗൈസ്, ഞങ്ങൾ ഓടി